ബിഗ് ബോസ് സീസൺസ് ഓൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18. അനുമോൾക്ക് ഒരു നിലപാടുമില്ല, ഒന്നും കളിക്കാനറിയില്ല, വെറുതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാരാ പറഞ്ഞിരിക്കണേ? നമ്മുടെ നെവിൻ അനുമോളുടെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ടത്. അതായത് ടാസ്ക് കഴിഞ്ഞു, ടാസ്കിന് ശേഷം ലാസ്റ്റത്തെ 3 സ്റ്റാർസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളവർ കൊടുക്കണം BB ഹോട്ടൽ ടാസ്കിൽ. അപ്പോൾ ആര്യൻ, അതേപോലെ തന്നെ നമ്മുടെ ആദില, റിയാസ് സലീം, അതേപോലെ നമ്മുടെ GM ആയിട്ടുള്ള ലക്ഷ്മി, ഇത്രയും പേര് ഡിസ്കസ് ചെയ്തിട്ട് ഈ ലാസ്റ്റത്തെ 3 സ്റ്റാർസ് നമ്മുടെ ഗിസൈലിനും അക്ബറിനും നൂറയ്ക്കും കൂടി കൊടുത്തു. അതോടെ ഇന്നലത്തെ ഈ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഈ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയും സ്റ്റാർസ് എല്ലാം കൂടി കൗണ്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഗിസൈലിനും അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസിനാണ്. 4 സ്റ്റാർസ് വീതം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പല റൗണ്ട്സിലായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, ഈ സ്റ്റാർ കിട്ടിയിട്ടുള്ള ഈ 2 പേരിൽ നിന്ന് ഒരാളായിരിക്കും ക്യാപ്റ്റൻ ആവുക, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പണിപ്പുരയിലേക്ക് പോകാനും ചൂസ് ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ 2 പേർക്കും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റാർസ് ആയത് കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് വേണം ആരെ നമുക്ക് ക്യാപ്റ്റൻ ആക്കണമെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ആര് പണിപ്പുരയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കാനായിട്ട്. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജിഷിനും അതേപോലെ നമ്മുടെ അനീഷും, ഇവർ 2 പേരും ഓൾറെഡി കൈപൊക്കി. ബാക്കിയുള്ളവരെല്ലാവരും നമ്മുടെ ഗിസൈലിനും കൈപൊക്കി. പക്ഷെ അനുമോൾ 2ലും കൈ പൊക്കിയില്ല കേട്ടോ. അപ്പോൾ അക്ബർ പറയാ, കൈ പൊക്കയല്ല ചെയ്യേണ്ടത്, കൈ പൊക്കാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അപ്പം നിങ്ങൾ വായ തുറന്നിട്ട് സംസാരിക്കണം ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ലിവിങ് ഏരിയയിൽ അനുമോളുടെ തൊട്ടടുത്തിരിക്കുന്ന നെവിനാണ്. അപ്പം നെവിൻ പറയുന്നുണ്ട്, അനുമോളെ അങ്ങനെയെങ്കിലും ഒന്ന് വായ തുറന്ന് സംസാരിക്കുക, ഇതൊന്നും പറയാതെ 2ലും കൈവെക്കാതെ ഒരു നിലപാടും കാണിക്കാതെ ഇങ്ങനെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഭയങ്കര കളിയാക്കിയിട്ട് അനുമോളെ ഭയങ്കര പുച്ഛിച്ചിട്ടൊക്കെയാണ് നെവിൻ സംസാരിക്കുന്നത്. കറക്റ്റ് ഡയലോഗ് ഞാൻ മറന്നുപോയി. പക്ഷേ ഇങ്ങനെ അനുമോളെ ഭയങ്കര കുത്തി സംസാരിക്കുന്നുണ്ട്. അനുമോൾ മൊത്തത്തിൽ ഡൗൺ ആണ് കേട്ടോ. ഈ ഒരാഴ്ചത്തെ മൊത്തം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അനുമോൾ ശരിക്കും എന്തൊക്കെയോ അനുമോൾക്ക് പറ്റിയിട്ടുണ്ട്. അനുമോളുടെ ഫസ്റ്റത്തെ ആ 2 ആഴ്ചയിലുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളും നമുക്ക് ഈ ഒരാഴ്ചയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ടാസ്കിൽ തന്നെ മാനേജർ ആയിരിക്കുന്ന പോസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അനുമോൾക്ക് പെർഫോം ചെയ്യായിരുന്നു. ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അതിലപ്പുറം ഒന്നും തന്നെ അനുമോൾ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അനുമോളുടെ കാലിബർ അങ്ങനെയല്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാനുള്ള ഒരു ഇതുള്ള കുട്ടിയാണ് അനുമോൾ. പക്ഷെ എന്തോ അനുമോൾക്ക് പറ്റിയിട്ടുണ്ട്. അനുമോൾ മേ ബി പ്ലാച്ചീനൊക്കെ എറിഞ്ഞതോടെ അനുമോൾ ശരിക്കും കുറച്ചുകൂടി ഡൗൺ ആയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞേ, നെവിൻ. അപ്പോൾ നെവിൻ ഇങ്ങനെ അനുമോളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്താണ് ഇത്, ഈ ടാസ്കിൻ്റെ ബേസിലല്ല, സ്റ്റാർ കിട്ടിയതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരാളെ ക്യാപ്റ്റൻ ആക്കണതെന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അത് തന്നെ, ഷാനവാസ് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഇതെന്താ സ്റ്റാർ കിട്ടിയത് ടാസ്കിൻ്റെ ഭാഗം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ ബബ്ബ കളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് സൈഡിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ആരും തന്നെ ഗിസൈലിന് വോട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഗിസൈലിന് വോട്ട് ചെയ്തതെന്നുള്ളത് ആരും പറഞ്ഞില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ പറയണേന്നുള്ളത് ഷാനവാസ് അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സെയിം അത് തന്നെ അനുമോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെവിൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് ഒന്നും അറിയില്ല, നിനക്ക് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ വീണ്ടും പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അനുമോളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് ഡിസ്ട്രിബ്യൂഷൻ ടൈമിൽ ഒന്നും കണ്ടില്ല കേട്ടോ. അത്രയധികം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, രാവിലെ മുതലേ ലൈവിൽ അച്ചപ്പാടും ബഹളമാണ്. മുന്നത്തെ അനുമോളായിരുന്നെങ്കിൽ ഇതിലൊക്കെ ഇടപെട്ടേനെ. പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ അനുമോൾ ഒന്നിലും തന്നെ ഇടപെട്ടിട്ടില്ല കേട്ടോ. അനുമോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണമെന്നൊക്കെ അറിയാതെ. ശരിക്കും അനുമോളുടെ ഒരു എനർജി ലെവൽ പോയ പോലെ തോന്നുന്നുണ്ട്. നെവിൻ പറഞ്ഞതിലും കുറച്ച് അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടാസ്കിൻ്റെ ഇതിൻ്റെ ബേസിലാണെങ്കിൽ അനുമോൾക്ക് യാതൊരു നിലപാടും ഇല്ലാതെയാണ് അനുമോൾ അവിടെ നിന്നത്. എന്നിട്ട് അനുമോൾ ഷാനവാസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അത് നമുക്കറിയാമല്ലോ, ഗിസൈലിനോട് പണ്ട് മുതലേ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അനുമോൾക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത്. അല്ലെങ്കിൽ ഷാനവാസ് പൊതുവെ അനുമോളോട് ഭയങ്കര കെയറിങ് ആണ് ഷാനവാസിന്. ഇനി അതിൻ്റെ പുറത്തും ആവാം. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ അനുമോൾ മൊത്തത്തിൽ ഡൗൺ ആണ്.